ഇതാണ് പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയർ. അയ്യോ, അടിപൊളി സാധനമാണ്. അയ്യോ, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന സാധനമാണ് ഇത്. അയ്യോ, ഇപ്പോഴത്തെ പുതിയ വെറൈറ്റിയാണ്. എല്ലായിടത്തും ആയി വരുന്നേ ഉള്ളൂ. ഇത് ഈ വലിപ്പമുള്ളതിന് വാങ്ങിച്ചപ്പോൾ തന്നെ 300 രൂപയായി. ഇതാണ് ഭയങ്കര ഡിമാൻഡാണ്, വിലയും കൂടുതലാണ്. ഇതാണ് ഇത് ബൾക്ക് ചെയ്ത് ഒത്തിരി ആക്കാനുള്ള പ്ലാനാണ്. എന്താണ് ഞാനൊരു പുതിയ ടാങ്കിൽ വെള്ളം മാറിയിട്ട് ഇതിനകത്തോട്ട് ഇട്ടു ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ഫീമെയിൽ ഒരു സൈസ് ആകാറായി വരുന്നുണ്ട്. അത്യാവശ്യം വയറ് എന്തുകൊണ്ടും ഫീമെയിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇയറൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഇനി ഇയറും ഒക്കെ നല്ല കുറച്ചുകൂടെ ഡാർക്കായിട്ട് കയറും കുറച്ചുകൂടെ കഴിയുമ്പോൾ. എന്താണ് മെയിലും അത്യാവശ്യം വലുപ്പമുണ്ട്, പക്ഷേ ഫീമെയിൽ തീരെ ചെറിയ സൈസാണ്. ബാക്കിയുള്ള ഫീമെയിലെല്ലാം വിറ്റ് പോയായിരുന്നു. പിന്നെ പാടെ കൊള്ളാവുന്ന ഫീമെയിൽ ഇതേ ഉള്ളായിരുന്നു. പിന്നെ ഇതിനെ അങ്ങ് വാങ്ങിച്ചു. എന്താണ് അടിപൊളിയാണ്. എന്താണ് ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞാലേ ഒരു സമാധാനം വരത്തുള്ളൂ. എന്താണ് ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇതിനെ സെപ്പറേറ്റ് ടാങ്കിലോട്ട് പുതിയ വെള്ളം ഒക്കെ മാറ്റിയിട്ട് ഞാൻ ഇട്ടേക്കുവാണ്. ഫസ്റ്റ് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ അതിനുള്ള സൈസേ ഉള്ളൂ വയറ്. കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. ഒരു 10 എണ്ണം കിട്ടിയാലും മതിയായിരുന്നു. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ വലുതാക്കിക്കൊണ്ട് വീണ്ടും ബ്രീഡാക്കി എടുക്കണം. ഡാർക്ക് പർപ്പിളാണ് ഇത് നല്ലപോലെ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത് പുതിയതായിട്ട് വാങ്ങിച്ചതിൽ. ബാക്കി ചില്ലി മൊസൈക്കൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ അടിപൊളിയാണ്. അതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്ത ഫീമെയിലും മെയിലും നല്ല അടിപൊളിയാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഇത് ഫീമെയിലിന് സൈസ് കുറവാണ്, അതാ പ്രശ്നം വരുന്നത്. ഇതോളം മെയിൽ ചേസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ക്രോസ് ആക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഒത്തിരി ശല്യമായിട്ടുള്ള രീതിയില്ല, അതുകൊണ്ട് ഫീമെയിലിനും കുഴപ്പമില്ല. എന്നാലും പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് ഹൈഡ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് അടിപൊളിയാണ്. മെയിൽ ഒരു രക്ഷയില്ല. അയ്യോ, പാടെ ഇതേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള മെയിലെല്ലാം വിറ്റുപോയി. ഇനിയും ബിഗ് ഇയർ വേറെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ ഒരെണ്ണം ഉണ്ട് 500 ഉണ്ട്. പിന്നെ ഗ്ലാസ് ബെല്ലി എന്ന് പറഞ്ഞ ബിഗ് ഇയർ ഉണ്ട്. അതായത് വയറിൻ്റെ അകം ഇങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന ബിഗ് ഇയറൊക്കെ ഉണ്ട്. പിന്നെ റിബൺ വെറൈറ്റി ബിഗ് ഇയർ ഉണ്ട്. പിന്നെ ലോങ് ടെയിൽ വാലുള്ള ഇങ്ങനെ വെറൈറ്റി ഉള്ള ബിഗ് ഇയർ ഉണ്ട്. അങ്ങനെ ബിഗ് ഇയർ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിനെ ഓരോന്നോരോന്നായിട്ട് വളർത്താനുള്ള പ്ലാനാണ്. ആൾക്കാർ കൂടുതലും വാങ്ങിക്കാൻ വരുന്നത് ബിഗ് ഇയർ, പിന്നെ സിംഗിൾ കളർ, അതായത് ഫുൾ റെഡ്, ഫുൾ ബ്ലാക്ക്, അങ്ങനെയുള്ള ടൈപ്പ് വെറൈറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ. പിന്നെ ചിലവർ സാധാ വെറൈറ്റി ഗപ്പിയെ വാങ്ങിക്കാൻ വരുന്നുണ്ട്. എന്തായാലും ഗപ്പി ഭയങ്കര ഇതായിട്ട് വിറ്റ് പോകുന്നുണ്ട്. പ്ലാറ്റി അത്രയില്ല, എന്നാലും പ്ലാറ്റിയും ഉണ്ട്. എന്നാലും ബിഗ് ഇയറിനാണ് ഫാൻസ് കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ച് വേറെ പുതിയ ടാങ്ക് ഇനി ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. എന്തായാലും രക്ഷയില്ല. അയ്യോ, മെയിൽ കുറച്ച് ഗിൽറ്റ് പോയിട്ടുണ്ട്. അത് ഫീമെയിൽ അറ്റാക്ക് ചെയ്തതാണ്. 2-3 കടി കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്നാലും ഓവറായിട്ട് കടിക്കുന്നൊന്നുമില്ല. പ്ലാറ്റിനും ചെറുതായിട്ടൊന്ന് ഇളകി പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മഞ്ഞ ഷെയ്ഡുണ്ട് പ്ലാറ്റിനത്തിൻ്റെ അവിടെ. RTMA മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ കളറ് പ്യുവർ വൈറ്റായിട്ട് വരും. എന്നിട്ട് ഏകദേശം മഞ്ഞ മാത്രം ചെറിയ രീതിയിലേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു മഞ്ഞ ഇച്ചിരി കൂടുന്നുണ്ട്. അത് ഞാൻ റെഡ് പെല്ലറ്റ് കൊടുക്കുന്ന കാരണമാണ്. ആ റെഡ് ഗപ്പി വിറ്റ എന്ന് പറഞ്ഞാൽ ആ തീറ്റ കൊടുക്കുന്ന കാരണമാണ് ചെറിയ രീതി ഒരു മഞ്ഞ ഇങ്ങനെ കൂടി വരുന്നത്. ഗോൾഡ് യഥാർത്ഥത്തിൽ അത്രയും ഗോൾഡ് കയറത്തില്ല. അത് RTMA ലൈഫ് ഫീഡ് അങ്ങനെ ഫ്ലൈസ് ആണെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ചില പെല്ലറ്റ് കൊടുക്കുമ്പോൾ ആ കളർ ചെറിയ രീതിയിൽ ചേഞ്ച് ആകുന്നുണ്ട്. നാളെ വേറെ ഫുഡ് വാങ്ങിച്ചു വേറെ കൊടുക്കുമ്പോൾ അത് ചേഞ്ച് ആകും ഓട്ടോമാറ്റിക്കലി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ഇയർ വെറൈറ്റികളുടെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോയ്ക്ക് താഴെ. ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഏതിൻ്റെയൊക്കെ ഞാൻ അതിനനുസരിച്ച് വാങ്ങിക്കാനാണ്. എന്തോളം ബിഗ് ഇയർ വെറൈറ്റി കുറേ വാങ്ങിക്കണമെന്നുണ്ട് എനിക്ക്. കുറേ എണ്ണത്തിന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതിനെല്ലാം വാങ്ങിക്കാനാണ്. പുതിയ ടാങ്ക് ഇനി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ചുകൂടെ ടാങ്കിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുൾ റെഡ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ആ ലെവലിലെങ്കിലും ഇതിനെ കൊണ്ടുവരണം. ഇതൊരു ചലഞ്ചിങ് ആണ്, ഒറ്റ പെയറിൽ നിന്ന് അത്ര ആക്കി എടുക്കുന്നത്. പക്ഷേ മറ്റേ ഇച്ചിരിയുടെ വിലക്കുറവിന് കിട്ടുമായിരുന്നു ഷോപ്പുകളിൽ നിന്നും അല്ലാതെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വില കൂടുതലാണ് എവിടെ നിന്ന് വാങ്ങിച്ചാലും. അതുപോലെ 300 രൂപയാണ് ചെറുതിന് ഈ ഒരു സൈസിന് വന്നേക്കുന്നത്. ഫീമെയിൽ ചെറുതാണ്, അതേ ഉള്ളൂ. ഇച്ചിരി താമസം എടുക്കും ബ്രീഡാകണമെങ്കിൽ. ഇപ്പോൾ ഫസ്റ്റ് ബ്രീഡ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇതാണ് മെയിൽ, നല്ല സൈസുള്ളതാണ്. ഈ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മെയിൽ. നിങ്ങളൊക്കെ ഫാമൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട ബ്രീഡാണിത്, പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയർ. അടിപൊളിയാണ്, നല്ല എമൗണ്ട് പൈസയും കിട്ടും. ഹോൾസെയിലായിട്ട് കൊടുത്താലും നല്ല രീതിയിൽ പൈസ കിട്ടുന്ന മീനാണിത്. അതുകൊണ്ട് പുതിയതായിക്കൊണ്ട് അത്രയും വില നിൽക്കുന്നുണ്ട്. അയ്യോ, രക്ഷയില്ല സാധനം. വമ്പൻ ലുക്കാണ്. ഒത്തിരി ആക്കിയാൽ ഇന്ന്
കുളത്തിലോട്ട് നോക്കിയ ഒരു രസം കാണും. ഇങ്ങനെ ഒത്തിരി ആക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഇന്ന് ഡാർക്ക് പർപ്പിൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് വീഡിയോ എടുത്തില്ല, തീരെ ചെറുതാണ്. അത് പ്ലാന്റിൻ്റെ ഇടയ്ക്ക് ഒരു ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ടാങ്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് മാറ്റണം. അയ്യോ, അതും കുറേ ആയി വരുന്നുണ്ട്. ഇനി കുറേ വെറൈറ്റിയെ വാങ്ങിക്കുന്നുണ്ട്. കോയി ബിഗ് ഇയറിനെ വാങ്ങിക്കുന്നുണ്ട്, പ്ലാറ്റിനം കോയി ബിഗ് ഇയറിനെ. പിന്നെ കുറേ ബ്രീഡ്, ചിലതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്തോളം വാങ്ങിക്കുന്നുണ്ട്. അതിനൊക്കെ ചിലതിനൊക്കെ 500 രൂപയാണ് പെയറിന് വരുന്നത്. അപ്പോൾ അതെങ്ങനെയും ഒരു പെയർ എടുത്തിട്ട് ട്രൈ ചെയ്യാൻ നോക്കാനാണ്. ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത പെയർ വാങ്ങിക്കാൻ. ഓരോ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേട്ട് പതുക്കെ ഓരോ ടാങ്കും ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. കൂടുതലായിട്ട് ഇപ്പോൾ ഗപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മോളിയെല്ലാം കൊടുത്തു തീർത്തു. ആ പാടെ കുറച്ച് മോളികളുണ്ട്, ബ്ലാക്ക് മോളികളെ. പിന്നെ പാണ്ടാമോളി 1-2 അങ്ങാണ്ടേ ഉള്ളൂ. തൽക്കാലം മോളിയെ നിർത്തി. പ്ലാറ്റിയുടെ എണ്ണം തീരെ കുറച്ചു, നല്ലപോലെ കുറച്ചിട്ടുണ്ട്. പിന്നെ സോട്ടയിലും ഗപ്പിയും മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഗൈസ്.